Hi all, welcome to Studying PSC സെക്കൻഡ് സ്റ്റേജ് 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനും കമ്പനി ബോർഡ് LGS മാത്സിനും വേണ്ടി സ്റ്റഡി വിൻ PSC ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടു വരികയാണെങ്കിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, വളരെ ചെറിയ ഫീസേ ഉള്ളൂ. കമ്പനി ബോർഡ് LGS മാത്സിനാണെങ്കിൽ 500 രൂപയാണ് ഫീസ്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 100 രൂപയുള്ളൂ ഫീസ്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് ക്വിസ് മോഡലായിരിക്കും. അതായത് ആഴ്ചയിൽ 5 ദിവസത്തിൽ ഓരോ ദിവസവും 25 ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ക്വിസ്സായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, മാത്സ് ആണെങ്കിൽ ടോപ്പിക് വൈസ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. ഓപ്ഷൻ സി മലയാളം മിഷൻ. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത്. ഓപ്ഷൻ ഡി S. ഹരീഷ്. മീശ എന്ന നോവൽ രചിച്ചത് S. ഹരീഷ്. K-ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ബി എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം. K-ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം. ഓപ്ഷൻ ബി 1951. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം 1951. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഓപ്ഷൻ എ ആരോഗ്യ സേതു. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. ഓപ്ഷൻ എ തൃശ്ശൂർ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം. ഓപ്ഷൻ സി ടെന്നീസ്. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ടെന്നീസ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഓപ്ഷൻ ഡി 1 and 3. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ: ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. ഓപ്ഷൻ സി പത്തനംതിട്ട. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല പത്തനംതിട്ട. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഇത് 2022 ചോദ്യപേപ്പറാണ്. അതനുസരിച്ച് ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എന്നാൽ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ വി നാരായണൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ വി നാരായണൻ. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി.
വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2 ആൻഡ് 3. സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2, 3 ആൻഡ് 4. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ എ മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. ഓപ്ഷൻ എ ഉത്തര മഹാസമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഓപ്ഷൻ എ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഓപ്ഷൻ എ ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഓപ്ഷൻ ബി NH-44. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH-44. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. ഓപ്ഷൻ ഡി കൊങ്കൺ റെയിൽവേ. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ സി 1955. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഓപ്ഷൻ ഡി 6. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി 42ാം ഭേദഗതി. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? ഓപ്ഷൻ ബി 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഓപ്ഷൻ എ ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഓപ്ഷൻ ബി
52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? 52 സെക്കൻഡ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. അതും കൂടി ഓർത്തു വെച്ചോണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. അപ്പോൾ ഒന്നുകൂടി പറയാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന. ഓപ്ഷൻ ഡി മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയി, ആര്യ സമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പണ്ഡുരംഗെ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവചന്ദ്ര സെൻ. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയി, ആര്യ സമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പണ്ഡുരംഗെ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവചന്ദ്ര സെൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു. ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. സന്താൽ കലാപം നടന്ന വർഷം. ഓപ്ഷൻ ബി 1855 1856. സന്താൽ കലാപം നടന്ന വർഷം 1855 1856. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം. ഓപ്ഷൻ സി ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന്? ഓപ്ഷൻ ഡി 1857 മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന്? 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം. ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 9 1942. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 1942. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ വിജയ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. ഓപ്ഷൻ എ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഓപ്ഷൻ എ മംഗളവനം. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം.
സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്? ഓപ്ഷൻ സി സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം? ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ ഡി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല? ഓപ്ഷൻ ഡി ആലപ്പുഴ. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ? ഓപ്ഷൻ സി മറയൂർ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ സി എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ ബി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? ഓപ്ഷൻ ബി മലപ്പുറം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി സ്പ്ലാഷ്. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തതേതാണ്? വേലുത്തമ്പി കലാപം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി മലബാർ കലാപം. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തതേത്? ഓപ്ഷൻ ഡി നിജാനന്ദ വിലാസം. നിജാനന്ദ വിലാസം എന്ന കൃതി രചിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ള ദൈവദശകം, ദർശനമാല, ശിവശതകം ഇത് മൂന്നും രചിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അപ്പോൾ താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് നിജാനന്ദ വിലാസം. നിജാനന്ദ വിലാസം രചിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ദൈവദശകം, ദർശനമാല, ശിവശതകം ഇത് മൂന്നും രചിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഈ പോയിന്റ്സ് എല്ലാം ഓർത്തു വയ്ക്കുക. ഓക്കെ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? ഓപ്ഷൻ എ പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നതെവിടെ? ഓപ്ഷൻ ബി തൃശൂർ 1936. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് 1936 തൃശ്ശൂരിലാണ്. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് 1936 തൃശ്ശൂരിൽ. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളി. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളി. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് ഓപ്ഷൻ ഡി സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണ ജാഥ. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്
മന്നത്ത് പത്മനാഭനാണ്. അതും കൂടി ഓർത്ത് വെച്ചോണം. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? ഓപ്ഷൻ എ വൃക്കകൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? വൃക്കകൾ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം. ശരിയായ പ്രസ്താവനകൾ: ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഓപ്ഷൻ ഡി ജീവകം ഡി. ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ജീവകം ഡി. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? ഓപ്ഷൻ ബി നിപ, എയ്ഡ്സ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? നിപ, എയ്ഡ്സ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹാർദ്ദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏത്? ഓപ്ഷൻ ബി ആർദ്രം. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹാർദ്ദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏത്? ആർദ്രം. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തതേത്? ഓപ്ഷൻ ബി നൈട്രജൻ. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തതേത്? നൈട്രജൻ. വനനശീകരണത്തിന് കാരണമാകാത്തതേത്? ഓപ്ഷൻ ഡി സസ്യ പരിപാലനം. വനനശീകരണത്തിന് കാരണമാകാത്തതേത്? സസ്യപരിപാലനം. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം ഏത്? ഓപ്ഷൻ സി പെട്രോൾ. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം പെട്രോൾ. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? ഓപ്ഷൻ ബി പ്രിയങ്ക. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 മാത്രം. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്തമായ ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്തമായ ആറ്റങ്ങൾ ഐസോടോപ്പുകളാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. രണ്ടും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഓക്കെ. അപ്പോൾ ഐസോടോപ്പ് ആണെങ്കിൽ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. ഐസോബാർ ആണെങ്കിൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവയാണ്. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡാണ്. ഇതും കൂടെ പ്രത്യേകം ഓർത്ത് വെച്ചോണം. മിക്ക പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ: ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ.
ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. ഓപ്ഷൻ സി പ്ലവന പ്രക്രിയ. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം പ്ലവന പ്രക്രിയ. കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്ര? ഓപ്ഷൻ എ 4. കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്ര? 4. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. ഓപ്ഷൻ ബി 1. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം 1. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. ഓപ്ഷൻ ബി സോഡിയം ബെൻസോയേറ്റ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ഓപ്ഷൻ ഡി 4 ഇരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്തു മാറ്റം സംഭവിക്കും? 4 ഇരട്ടിയാകും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ്. ഓപ്ഷൻ സി ഭാരം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓപ്ഷൻ എ ഓറഞ്ച്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓറഞ്ച്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റാണ്. ഓപ്ഷൻ ബി കെൽവിൻ. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റാണ് കെൽവിൻ. ഇനി 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സ് പ്രീവിയസ് ഇയറിലെയും ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെയും സോൾവ് ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.